ജില്ലയിൽ കനത്ത മഴ. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. തുമ്പൂർമുഴിയിൽ മുളങ്കുട്ടം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വീട്ടമ്മ മരിച്ച സംഭവം. ഹോട്ടലുകളിൽ പരിശോധന ശക്തമാക്കി ആരോഗ്യവകുപ്പ്. തൃശൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. നടത്തറയിൽ കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറഞ്ഞു. KSRTC ബസ്സിൽ യുവതി പ്രസവിച്ചു. മലപ്പുറം സ്വദേശിനിയാണ് പ്രസവിച്ചത്. പേരാമംഗലത്ത് വെച്ച് പ്രസവ വേദന അനുഭവപ്പെട്ട യുവതിയെ അമല ആശുപത്രിയിലെത്തിച്ച് ബസ് ജീവനക്കാർ. പെരിങ്ങോട്ടുകരയിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 2 പ്രതികളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുഴവിൽ സ്വദേശി വിഷ്ണു, കുറുമ്പിലാവ് സ്വദേശി അൽകേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. 10 വർഷമായി ആനുകൂല്യങ്ങളും ശമ്പള വർധനവുമില്ലാതെ ഇന്ത്യൻ കോഫി ഹൗസ് ജീവനക്കാർ. സമരപ്രക്ഷോഭങ്ങളുമായി CITU രംഗത്ത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കനത്ത മഴയിൽ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. ഒരാഴ്ചയ്ക്കിടെ 2ാം തവണയാണ് അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറുന്നത്. സമീപത്തെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അഭിജിത്ത് തലച്ചുര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ആഴ്ച പെയ്ത കനത്ത മഴയിലും അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറിയിരുന്നു. സമാനമായ രീതിയിൽ ഇന്നും അശ്വിനി ആശുപത്രിയിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ക്യാഷ്വാലിറ്റിയിലേക്ക് അടക്കം വെള്ളം കയറുകയുണ്ടായി. ആശുപത്രിയുടെ പ്രധാന കവാടം മുതൽ ആശുപത്രിയുടെ പ്രധാന ഭാഗമായ ക്യാഷ്വാലിറ്റിയിലടക്കം വെള്ളം കയറിയ സാഹചര്യമാണ്. പാർക്കിങ്ങിലും അതുപോലെ തന്നെ ജനറേറ്റർ പ്രവർത്തിക്കുന്നിടവും അതുപോലെ മോർച്ചറിയുടെ ഭാഗവും എല്ലാം തന്നെ വെള്ളക്കെട്ടിലാണ്. കാനകൾ വൃത്തിയാക്കി ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് അധികൃതർ സ്വീകരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ വേണ്ട വിധത്തിൽ നടക്കാതിരുന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ആശുപത്രിയും പരിസരവും. ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ വേനൽ മഴയിൽ പോലും ഞങ്ങളുടെ ആശുപത്രിയിൽ വെള്ളം കയറി. പിറകിൽ കാണുന്ന 10 വീടുകളും അശ്വിനി ആശുപത്രി ഉൾപ്പെടുന്ന പ്രദേശവും വെള്ളത്തിൽ മുങ്ങുകയാണ്. എല്ലാ പ്രദേശത്തെ വെള്ളവും ഒരേ പോയിന്റിൽ വന്ന് ചാടിയ ഇടുങ്ങിയ കാനയിലൂടെ മറഞ്ഞു വരുമ്പോൾ എന്താ ഉണ്ടാവുക? അത് മാത്രമേ ഉള്ളൂ. അത് വേർതിരിച്ച് വിടാനുള്ള സമാന്തര സംവിധാനം ഉണ്ടാക്കാതിരുന്നാൽ ഞങ്ങൾ മുങ്ങും. ഇനിയുള്ള മഴയും ഞങ്ങളെ വേദനിപ്പിക്കും. ഇനിയും ഇവിടുത്തെ ഞങ്ങൾ ദുരിതത്തിലാക്കും. കഴിഞ്ഞ തവണ ഈ വെള്ളം കയറിയപ്പോൾ തന്നെ നമ്മൾ അധികാരികളെ അറിയിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും നടപടി ഉണ്ടായിട്ടുണ്ട്. ബന്ധപ്പെട്ട കോർപ്പറേഷൻ മേയർ വിളിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വരികയുണ്ടായി. ഞങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അവർ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് സൂപ്രണ്ടിങ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. അതിൻ്റെ പ്രാരംഭ പ്രവർത്തികൾ നടക്കുന്നു. PWയുടെ മുന്നിലെ കാന, അതിൻ്റെ ആ കുപ്പിക്കഴുത്ത് പോലെയുള്ള കാന ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ തവണ വെള്ളം കയറാൻ പ്രധാന കാരണം അതായിരുന്നു. അത് ഇന്ന് കാലത്ത് അത് പൊട്ടിച്ചതുകൊണ്ട് ഞങ്ങളത് രക്ഷപ്പെട്ടു. കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന 2 രോഗികളെ മുകളിലേക്ക് മാറ്റി നമ്മൾ അതിനൊരു തടസ്സപ്പെടാത്ത വിധത്തിലാക്കിയിട്ടുണ്ട്. മഴ തോർന്നതിന് ശേഷമാണ് കൂടുതലായും വെള്ളം ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ഇപ്പോൾ ക്യാഷ്വാലിറ്റിയും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗവും ആശുപത്രിയുടെ വൃത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ്. അധികൃതരുടെ കടുത്ത അനാസ്ഥയ്ക്ക് പാത്രമായിട്ടാണ് ഇപ്പോൾ അശ്വിനി ആശുപത്രിയിൽ തുടർച്ചയായി ഇതുപോലെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെയും ബാധിച്ചുകൊണ്ട് കനത്ത വെള്ളക്കെട്ടുണ്ടാകുന്നത്. എന്തായാലും ഇതിൽ ശാശ്വതമായൊരു പരിഹാരം ഉടനടി കണ്ടില്ലെങ്കിൽ അവശ്യ സർവീസായ ആശുപത്രിയുടെ സേവനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ട നിലയിലേക്കാണ് ഈ വെള്ളക്കെട്ട് ഇവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അധികൃതർ ഇനിയെങ്കിലും അക്കാര്യത്തിൽ ഉചിതമായ നടപടി അടിയന്തരമായി കണ്ടില്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിനെയും നമുക്കറിയാം. കാലവർഷം അതിൻ്റെ ശക്തി പ്രാപിക്കുന്നതേ ഉള്ളൂ. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വെല്ലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. കനത്ത മഴയിൽ തൃശൂർ നഗരത്തിൽ വെള്ളക്കെട്ട്. സ്വരാജ് റൗണ്ടിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. കാന ശുചീകരണം പൂർത്തിയാകാത്തതാണ് നഗരത്തിൽ കനത്ത വെള്ളക്കെട്ടിന് ഇടയാക്കിയത്. തൃശൂർ വെളിയന്നൂർ റോഡ്, ഇക്കണ്ടവാര്യർ റോഡ്, വടക്കേ സ്റ്റാൻഡ് എന്നിവിടങ്ങളിലും കനത്ത വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. തൃശൂർ ചേർപ്പ് തൃപ്രയാർ റൂട്ടിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു.
കനത്ത മഴയിൽ എളവള്ളി അമ്പാട്ട് റോഡിൽ വീടുകളിൽ വെള്ളം കയറി. അരക്കുളത്തിൽ സുകുമാരൻ, നാലകത്ത് സലീം, പുറത്തൂർ മേരി എന്നിവരുടെ വീടുകളിലും ചുങ്കത്ത് ടെൽസന്റെ വാഹന പെയിന്റിംഗ് വർക്ക്ഷോപ്പിലുമാണ് വെള്ളം കയറിയത്. വർഷങ്ങളായി അമ്പാട്ട് റോഡിൽ വർഷകാലത്ത് വീടുകളിൽ വെള്ളം കയറുന്നത് പതിവാണെന്നും പലതവണ പരാതി നൽകിയിട്ടും യാതൊരു പരിഹാര നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. അതിരപ്പള്ളി തുമ്പൂർമൊഴിയിൽ മുളങ്കൂട്ടം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തുമ്പൂർമൊഴി ഇറിഗേഷൻ ഐബിക്ക് സമീപത്തെ കൂറ്റൻ മുളങ്കൂട്ടമാണ് കാലപ്പഴക്കത്താൽ നിലംപൊത്തിയത്. ഇതേ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വനപാലകരും പോലീസും സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ JCB ഉപയോഗിച്ച് മുളങ്കൂട്ടം റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മണലൂർ പാലാഴി കിഴക്കേ ചീപ്പ് സമയബന്ധിതമായി തുറക്കാത്തതിനാൽ സമീപ പ്രദേശത്തെ 2 വീടുകളിൽ വെള്ളം കയറി. വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റി. പാലാഴി സ്വദേശികളായ മോങ്ങാടി വീട്ടിൽ ബാലൻ, മോങ്ങാടി വീട്ടിൽ ദാമോദരൻ എന്നിവരുടെ വീടുകളാണ് വെള്ളത്തിലായത്. ദാമോദരന്റെ വീട്ടിൽ എല്ലാ മുറികളിലും വെള്ളം കയറിയ നിലയിലാണ്. സമയബന്ധിതമായി പാലാഴി കിഴക്കേ ചീപ്പ് തുറന്നുവിടാത്തതാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണമായതെന്ന് വീട്ടുകാർ പറയുന്നു. വലിയ തോതിൽ വെള്ളം കയറിയതോടെ സമീപവാസികളായ യുവാക്കൾ ചേർന്ന് ചീപ്പ് ഭാഗികമായി തുറന്നുവിട്ടു. പ്രദേശവാസികളായ മോങ്ങാടി വീട്ടിൽ ദിലീപ്, VP പ്രവീൺ, CS ഷജിൽ, CC അനീഷ്, VA അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചീപ്പ് തുറന്നത്. കിഴക്കേ ചീപ്പിൻ്റെ അവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് പുളി കയറാൻ തടയണ കിട്ടുന്ന പതിവാണ്. അത് മഴക്കാലമാകുമ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ വീടുകളിലേക്ക് വെള്ളവും പിന്നെ അതുപോലെ നടക്കുന്ന വഴിയിലും വെള്ളം കയറി ചെളി വെള്ളം കയറിയ ആൾക്കാർ നടക്കുമ്പോൾ രോഗങ്ങൾ, കുട്ടികൾക്കൊക്കെ രോഗങ്ങൾ വരുന്നതിന് കൊണ്ട് നമ്മളിപ്പോൾ വെള്ളം കയറിയത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞങ്ങളിവിടെ കുറച്ച് ചെറുപ്പക്കാരെ കൂടിയിട്ട് ചീപ്പ് തൽക്കാലം തുറന്നു കൊടുക്കുകയാണ്. അതിൻ്റെ കൃഷി വകുപ്പാണ് തുറക്കേണ്ടത്. അവർ തുറക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇടപെട്ട് തുറന്നിരിക്കുകയാണ്. ചാത്തൻകുളങ്ങര പാടശേഖര സമിതിയാണ് ചീപ്പ് നിർമ്മിച്ചത്. ഏനാമാക്കൽ വളയംകെട്ട് പൊട്ടിച്ചാൽ ഉടനെ ഈ ചീപ്പ് തുറക്കാമെന്ന് പാടശേഖര സമിതിക്കാർ ഉറപ്പ് നൽകിയെങ്കിലും നടപ്പാക്കിയില്ലെന്ന് ദിലീപ് മോങ്ങാടി പറഞ്ഞു. എൻ്റെ വീട്ടിൽ വെള്ളം കയറിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ആള് വളയംകെട്ട് കെട്ടിങ്ങലത്തെ ഇത് ഷട്ടറൊക്കെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ചീപ്പ് തുറക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇപ്പം നമ്മൾ കുറച്ച് ആൾക്കാരെ കയറ്റിപ്പോയി കുറച്ച് തുറന്നിട്ടുണ്ട്, മൊത്തമായിട്ട് തുറന്നിട്ടില്ല. മൊത്തമായിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വലിഞ്ഞു പോവും. പിന്നെ വെയിലേറ്റത്തിന് വെള്ളം കയറി വരാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. അത് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കാരണം നമുക്ക് പ്രശ്നം ഉണ്ടാവാറില്ല. ഇതിപ്പോൾ വെള്ളം കെട്ടി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചീപ്പ് മൊത്തമായിട്ട് തുറക്കാത്ത കാരണം. ഏനാമാക്കൽ വളയംകെട്ടും റെഗുലേറ്ററിന്റെ ഷട്ടറുകളും തുറന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പാടശേഖരക്കാർ ചീപ്പ് തുറക്കാത്തതാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്നാണ് ആക്ഷേപമുയരുന്നത്. TCV ന്യൂസ്, തൃശൂർ. മഴ കനത്താൽ കുളമായി മാറി പെരുമ്പിലാവ് സെന്റർ. റോഡ് നവീകരണത്തിന് ശേഷവും സെന്ററിലെ വെള്ളക്കെട്ടിന് യാതൊരു കുറവുമില്ല. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സംസ്ഥാന പാത വികസനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ ഭാഗത്താണ് ചെറിയ ഒരു മഴ വന്നാൽ പോലും കനത്ത വെള്ളക്കെട്ടുണ്ടാകുന്നത്. കാലങ്ങളായുള്ള സ്ഥിതിയാണിത്. പ്രശ്നം രൂക്ഷമായതോടെ 4 വർഷം മുൻപ് പാതയുടെ ഒരു വശത്ത് പുതിയ കാന നിർമ്മിച്ചിരുന്നു. എന്നാൽ റോഡിൽ ഒഴുകിയെത്തുന്ന വെള്ളം കാനയിലേക്ക് തിരിച്ചുവിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ മുട്ടോളം വെള്ളം കയറുന്ന സ്ഥിതിയാണ്. വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ കടകളിലേക്ക് കയറാൻ മടിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ്. സംസ്ഥാനപാത നവീകരണം പൂർത്തിയാകുന്നതോടെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അക്കിക്കാവ് സെന്ററിനും പെരുമ്പിലാവിനുമിടയിലുള്ള കലുങ്ക് പുനർനിർമ്മിക്കാതെയാണ് റോഡ് നിർമ്മാണം നടത്തിയത്. ഇതിനെതിരെ അന്ന് വ്യാപാരികൾ പ്രതിഷേധിച്ചിരുന്നു. സെന്ററിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രധാന മാർഗമായിരുന്നു ഈ കലുങ്കിന്റെ പുനർനിർമ്മാണം. സംസ്ഥാനപാത വികസനം പാതിവഴിയിൽ നിലച്ചതോടെ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതത്തിന് അടുത്ത കാലത്തൊന്നും പരിഹാരമുണ്ടാകില്ല. TCV ന്യൂസ്, കുന്നംകുളം. കനത്ത മഴയിൽ തീരദേശ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. വീടുകളിൽ വെള്ളം കയറി. കാളമുറി സെന്റർ, പനമ്പിക്കുന്ന്, 12, കൊപ്രക്കുളം എന്നിവിടങ്ങളിൽ കാനകൾ നിറഞ്ഞ് ദേശീയപാതയിൽ വെള്ളം കയറിയിട്ടുണ്ട്. കയ്പമംഗലം വഴിയമ്പലത്ത് 4 വീടുകളിൽ വെള്ളം കയറി. ഒരു കുടുംബം ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റി. കാളമുറി കിഴക്ക് ഭാഗത്തും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്.
തൃശൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. തൃശൂരിലെ പാർക്ക് ഹോട്ടൽ, വിഘ്നേശ്വര കുക്ക് ഡോർ, ചുരുട്ടി ടീ ഷോപ്പ്, കൊക്കാലയിലെ സ്വാദ് ഫ്രൂട്ട്സ്, ഉല്ലൂരിലെ റോയൽ ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പഴകിയ ഭക്ഷണം പിടികൂടിയത്. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വീട്ടമ്മ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു. കുന്നംകുളം നഗരത്തിലെ ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. ഉദ്യോഗസ്ഥർ 2 സ്ക്വാഡുകളായി തിരിഞ്ഞ് നടത്തിയ പരിശോധനയിൽ 18 ഹോട്ടലുകൾക്ക് ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി നോട്ടീസ് നൽകി. 29 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ അറിയിച്ചു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PA വിനോദ്, C രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. JHIമാരായ അൻസാരി, രശ്മി, ഷീബ, സജീഷ്, വിഷ്ണു എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ദേശീയപാത നടത്തറയിൽ കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരും ആലുവ സ്വദേശികളുമായ സജു, ആക്വിലിൻ, മാർഷൽ, ബേബി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉല്ലൂർ ഭാഗത്തു നിന്നും വന്ന ആംബുലൻസ് നടത്തറ സെന്ററിൽ നിന്നും പൂച്ചട്ടി ഭാഗത്തേക്ക് തിരിയുന്നതിനിടെ മണ്ണുത്തി ഭാഗത്തു നിന്നും കുട്ടനല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം തെറ്റിയ ആംബുലൻസ് മറഞ്ഞു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് നടത്തറയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. രോഗിയെ കൊണ്ടുവരാൻ പോയ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. KSRTC ബസ്സിൽ യുവതി പ്രസവിച്ചു. മലപ്പുറം സ്വദേശിനിയായ യുവതിയാണ് പ്രസവിച്ചത്. അങ്കമാലിയിൽ നിന്നും തൊട്ടിൽപാലത്തിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് പേരാമംഗലം പോലീസ് സ്റ്റേഷന് മുൻപിലെത്തിയപ്പോൾ യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ബസ് ജീവനക്കാരായ അജയനും സുജിത്തും ചേർന്ന് അടിയന്തരമായി ബസ് അമല ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് മുൻപ് തന്നെ യുവതി ബസ്സിൽ പ്രസവിച്ചു. ബസ്സിൽ കയറി ഡോക്ടറും നഴ്സുമാരും ചേർന്ന് തുടർ ചികിത്സ നൽകിയതിനു ശേഷം അമ്മയെയും കുഞ്ഞിനെയും ലേബർ റൂമിലേക്ക് മാറ്റി. അമ്മയും കുഞ്ഞും സുരക്ഷിതമായിരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പെരിങ്ങോട്ടുകര കരുവാങ്കുളത്ത് വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 2 പ്രതികളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുവിൽ സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ വിഷ്ണു, കുറുമ്പലാവ് സ്വദേശി പട്ടത്ത് പറമ്പിൽ അൽകേഷ് എന്നിവരെയാണ് അന്തിക്കാട് SI KJ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. കരുവാങ്കുളം ഗുരുജി റോഡിൽ നായരുപറമ്പിൽ ബിജുവിന്റെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കിലെത്തിയ പ്രതികൾ സ്ഫോടക വസ്തു എറിഞ്ഞത്. സ്ഫോടക വസ്തു വീടിന് മുൻവശത്ത് വീണ് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ASI മഹേഷ്, CPOമാരായ വിനോദ്, വിപിൻ, മുരുകദാസ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ രാഗം തിയേറ്ററിൽ പാർക്കിങ്ങിനെ ചൊല്ലി തർക്കം. മാനേജരെ 4 സംഘം ആക്രമിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പാർക്കിംഗ് ഏരിയയിൽ ബൈക്ക് വയ്ക്കാൻ പറഞ്ഞതിലുള്ള തർക്കത്തെ തുടർന്ന് മാനേജർ വരന്തരപ്പള്ളി സ്വദേശി അഭിഷേകിനെ പിടിച്ചു തള്ളുകയും കമ്പി കൊണ്ട് കഴുത്തിനു പിന്നിൽ അടിക്കുകയുമായിരുന്നു. പത്ത് വർഷമായി ആനുകൂല്യങ്ങളും ശമ്പള വർധനവുമില്ല. ഇന്ത്യൻ കോഫി ഹൌസ് ജീവനക്കാർ പ്രതിസന്ധിയിൽ. സമരപ്രക്ഷോഭങ്ങളുമായി CITU രംഗത്ത്. ജീവനക്കാരിൽ നിന്നും വിഹിതം പിരിച്ചെടുത്തിട്ട് പോലും PF, ESI, ഗ്രാറ്റുവിറ്റി, മറ്റ് ക്ഷേമ ഫണ്ടുകൾ എന്നിവയിലെല്ലാം സംഘം കുടിശ്ശിക വരുത്തി. ഇതോടെ 28 കോടിയോളം രൂപയാണ് നിലവിൽ കുടിശ്ശിക. ഇതുമൂലം സംഘത്തിൽ നിന്നും വിരമിച്ചവരും പിരിഞ്ഞവരുമടക്കം 200ഓളം പേരാണ് ആനുകൂല്യത്തിന് വേണ്ടി കാത്തു കഴിയുന്നത്. പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി CITU കോടതിയെ സമീപിച്ചതോടെ ജൂൺ 8-ന് നടത്താനിരുന്ന സംഘം ഭരണസമിതി തെരഞ്ഞെടുപ്പ് കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സംഘത്തിലെ ജീവനക്കാരനായിരുന്ന P രാജേഷ് ആനുകൂല്യങ്ങൾ ലഭിക്കാതെയും തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തതിൽ മനംനൊന്ത് ജീവനൊടുക്കിയിരുന്നു. അപകടം പറ്റിയും ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നും അവധിയിലായിരുന്ന രാജേഷിനെ ജോലിയിൽ നിന്നും സംഘം പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ പാലക്കാട് ജില്ലാ ലേബർ ഓഫീസർ ജോലിക്ക് കയറ്റണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഭരണസമിതി ഈ ഉത്തരവ് തള്ളിക്കളഞ്ഞു. ഇതാണ് നിർധന കുടുംബത്തിന്റെ അത്താണി ഇല്ലാതാക്കിയത്. ഭരണസമിതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന കുടുംബവും ഇന്ത്യൻ കോഫി ഹൌസ് എംപ്ലോയീസ് യൂണിയൻ CITUവും ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും വ്യവസായ വകുപ്പിനുമടക്കം പരാതി നൽകിയിരിക്കുകയാണ് സംഘടന.
സമരപ്രക്ഷോഭങ്ങളുടെ ഭാഗമായി തൃശൂർ സ്വരാജ് റൗണ്ടിലെ ഇന്ത്യൻ കോഫി ഹൗസിന് മുന്നിൽ യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK രാജേഷ്, ട്രഷറർ RV ഹരികുമാർ, ജില്ലാ പ്രസിഡന്റ് KF ഡേവിസ് എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. കുരിയച്ചിറയിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. തൃശൂർ ശക്തൻ നഗറിൽ ഒരു വർഷത്തിനകം സ്ഥാപിക്കുന്ന CNG പ്ലാന്റ് നിലവിൽ വരുന്നതുവരെ മാത്രമേ കുരിയച്ചിറയിലെ OWC പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനാവൂവെന്ന് യോഗത്തിൽ ധാരണയായി. നിലവിൽ മാലിന്യം കൊണ്ടുവന്നിരുന്ന ഡിവിഷനുകളിൽ നിന്ന് മാത്രമേ പ്ലാന്റിലേക്ക് മാലിന്യം കൊണ്ടുവരാൻ പാടുള്ളൂവെന്ന് കളക്ടർ നിർദ്ദേശം നൽകി. ശക്തൻ നഗറിൽ പുതിയ CNG പ്ലാന്റ് സ്ഥാപിക്കുവാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായെന്നും ഒരു വർഷത്തിനകം CNG പ്ലാന്റ് കമ്മീഷൻ ചെയ്യുമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. കുരിയച്ചിറയെ തൃശൂരിന്റെ ചവറ്റുകുട്ടയാക്കുവാനുള്ള എല്ലാ നീക്കവും ശക്തമായി എതിർക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ യോഗത്തിൽ വ്യക്തമാക്കി. കുരിയച്ചിറയിലെ പ്ലാന്റിന്റെ പ്രവർത്തനം ശരിയായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള ചെയർമാനായി ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കും. കളക്ടർ സ്ഥലം സന്ദർശിച്ച് പരിശോധിച്ച് പ്ലാന്റിന്റെ പ്രവർത്തനം വിലയിരുത്തുവാനും യോഗത്തിൽ തീരുമാനമായി. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, കോർപ്പറേഷൻ സെക്രട്ടറി, ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ നറുക്കെടുത്തു. ആലപ്പുഴയിൽ വിറ്റ BC 490987 നമ്പർ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ 12 കോടി രൂപ ലഭിച്ചത്. രണ്ടാം സമ്മാനമായ 1 കോടി രൂപയ്ക്ക് BA 205272, VB 429992, VC 523085, VD 154182, BE 565485, VG 654490 എന്നീ നമ്പറുകൾ അർഹമായി. 42 ലക്ഷം ടിക്കറ്റ് അടിച്ചതിൽ 15110 ടിക്കറ്റുകൾ മാത്രമാണ് വിൽക്കാതെ ബാക്കിയായത്. 10 ലക്ഷം വീതം 6 പേർക്ക് മൂന്നാം സമ്മാനമായി ലഭിക്കും. 6 പേർക്ക് 5 ലക്ഷം രൂപ വീതമാണ് നാലാം സമ്മാനം. 10 കോടി ഒന്നാം സമ്മാനമുള്ള മൺസൂൺ ബമ്പർ പുറത്തിറങ്ങി. 250 രൂപയാണ് മൺസൂൺ ബമ്പറിന്റെ വില. കാർഷിക സർവകലാശാല ഉന്നതാധികാര സമിതിയായ ജനറൽ കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ ഇൻചാർജ് വൈസ് ചാൻസലർ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങ് ബഹിഷ്കരിച്ചതായി ജനറൽ കൗൺസിൽ അംഗങ്ങൾ. തിരുവനന്തപുരത്തെ വെള്ളായണിയിൽ ബുധനാഴ്ച നടന്ന ബിരുദദാന ചടങ്ങാണ് ജനറൽ കൗൺസിലിലെയും അക്കാദമിക് കൗൺസിലിലെയും CPM കോൺഗ്രസ് അനുകൂല സംഘടനാംഗങ്ങൾ ബഹിഷ്കരിച്ചത്. ഇൻചാർജ് VC ഡോക്ടർ B അശോകിന്റെ അധികാര ദുർവിനിയോഗം കാർഷിക സർവകലാശാലയിലെ ജനാധിപത്യ ഭരണ സംവിധാനത്തെ തകർത്തതായി കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ അംഗങ്ങളും അക്കാദമിക് കൗൺസിൽ അംഗങ്ങളും തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ് നടത്തുവാൻ അംഗീകാരം നൽകേണ്ട ജനറൽ കൗൺസിലിനെ അറിയിക്കാതെയും ഭരണസമിതിയുടെ അംഗീകാരം ഇല്ലാതെയുമാണ് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള ഡോക്ടർ B അശോക് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അതിന് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ മറയാക്കുകയാണെന്നും ജനറൽ കൗൺസിൽ അംഗങ്ങൾ ആരോപിച്ചു. ബിരുദദാന ചടങ്ങിൽ നബാർഡ് ചെയർമാൻ KV ഷാജിക്ക് പിൻവാതിലിലൂടെ ഹോണററി ഡിഗ്രി ഓഫ് ഡോക്ടർ ഓഫ് സയൻസ് നൽകാൻ സ്വീകരിച്ച മാർഗവും തെറ്റായ രീതിയിലാണ്. സ്പെഷ്യൽ കേസായി ഓണററി ഡോക്ടറേറ്റ് നൽകുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കാൻ വൈസ് ചാൻസലർ തയ്യാറായിട്ടില്ല. ഗവർണറുടെ ഇഷ്ടക്കാരുടെ ലിസ്റ്റിൽപ്പെടുന്നവർക്ക് ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകാനുള്ള ഏജന്റായി കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B അശോക് അധപ്പതിച്ചുവെന്ന് ജനറൽ കൗൺസിൽ അംഗങ്ങൾ ആരോപിച്ചു. UGC മാനദണ്ഡപ്രകാരം വൈസ് ചാൻസലർ ആയിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ് ഡോക്ടർ B അശോക്. മന്ത്രിക്ക് പോലും കാർഷിക സർവകലാശാല നേരിടുന്ന പ്രശ്നത്തിൽ കാര്യക്ഷമമായ പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്നില്ല. 800ഓളം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാഫല്യമായ ബിരുദദാന ചടങ്ങ് അലങ്കോലമാക്കേണ്ടെന്ന് കരുതിയാണ് നിയമ നടപടിക്ക് മുതിരാതിരുന്നതെന്നും അംഗങ്ങൾ വ്യക്തമാക്കി. ഡോക്ടർ PK സുരേഷ് കുമാർ, ഡോക്ടർ ബിനു N കമലോത്ഭവൻ, S സമ്പത്ത്, N കൃഷ്ണദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ് തൃശൂർ. കുടുംബശ്രീയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ ജില്ലാതല കലോത്സവത്തിന് തൃശൂർ ടൗൺ ഹാളിൽ തുടക്കമായി. മോഹിനിയാട്ടം നർത്തകൻ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ A കവിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ SC നിർമ്മൽ, K രാധാകൃഷ്ണൻ, KK പ്രസാദ്, സിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 7 ബ്ലോക്ക് തല ക്ലസ്റ്ററുകളിൽ നിന്നും വിജയികളായി എത്തിയ 800ഓളം കുടുംബശ്രീ കലാകാരികളാണ് 46 ഇനങ്ങളിലായി കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. മോഹിനിയാട്ടം, കുച്ചുപുടി, തിരുവാതിര, ഒപ്പന തുടങ്ങിയ ഇനങ്ങളാണ് ആദ്യ ദിനം അരങ്ങിലെത്തിയത്. ടൗൺ ഹാൾ, ജവഹർ ബാലഭവൻ, ടെക്നിക്കൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ വ്യാഴാഴ്ച സമാപിക്കും.
ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കുടിവെള്ള വിതരണം തുടർച്ചയായി തടസ്സപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് ശ്രീനാരായണപുരത്ത് കല്ലുംപുറം പ്രദേശവാസികൾ പുരി ബസാറിൽ റോഡ് പണി തടഞ്ഞു. ദേശീയപാത 66ന്റെ നവീകരണം ആരംഭിച്ചതോടെ പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെടുന്നത് പതിവായി. 4 മാസത്തോളമായി കുടിവെള്ള വിതരണം ലഭിക്കാത്ത നിരവധി വീടുകളാണ് പ്രദേശത്തുള്ളത്. നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റോഡ് പണി തടഞ്ഞത്. സംഭവം അറിഞ്ഞെത്തിയ മതിലകം പോലീസ് നാട്ടുകാരുമായും കരാറുകാരന്റെ പ്രതിനിധിയുമായും ചർച്ച നടത്തി. പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്താമെന്ന ഉറപ്പിനെ തുടർന്ന് നാട്ടുകാർ സമരം അവസാനിപ്പിച്ചു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാനപാതയിൽ പെരുമ്പുഴ പാടത്ത് റോഡിന് കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് റോഡിനെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗം തകർന്നു വീണു. കൊടയാട്ടിപ്പാടശേഖരത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് തടസ്സപ്പെട്ടതിനെ തുടർന്ന് കലുങ്കിന്റെ ഉൾവശം വൃത്തിയാക്കാൻ വന്ന തൊഴിലാളികളാണ് അപകടാവസ്ഥ കണ്ടെത്തിയത്. കലുങ്കിന്റെ മറുഭാഗവും തുരങ്കം രൂപപ്പെട്ട് ഏതു നിമിഷവും താഴെ പതിക്കാവുന്ന നിലയിലാണ്. പെരുമ്പുഴപ്പാടത്ത് ഒന്നാമത്തെ പാലത്തിന് മുൻപുള്ള കലുങ്കാണ് അപകടാവസ്ഥയിലായത്. 1 മീറ്ററോളം വീതിയുള്ള വെള്ളമൊഴുകുന്ന കലുങ്കിന്റെ മുകൾ ഭാഗത്ത് സ്ലാബുകളിട്ടാണ് ടാർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു വശത്തെ വലിയ തൂണ് പൂർണ്ണമായും തകർന്നു വീണ നിലയിലാണ്. കലുങ്കിന്റെ ഉൾവശത്തും മറുഭാഗത്തും സമാന രീതിയിൽ സംരക്ഷണ ഭിത്തിയുടെ ഒരു വശം തകർന്നിരിക്കുകയാണ്. കലുങ്കിന്റെ അടിയിൽ പല ഭാഗത്തും മുകൾ ഭാഗത്തെ സ്ലാബുകൾ അടിയിൽ താങ്ങില്ലാതെ അപകടാവസ്ഥയിലാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. വെള്ളം വിടാനായിട്ട് വന്നതിന്റെ ഉള്ളിൽ ആ കാട് ഇതൊക്കെ വെട്ടി നോക്കിയപ്പോ ആകെ കരിങ്ങലൊക്കെ ഇടിഞ്ഞെടുക്ക. ഇപ്പുറത്തെ സൈഡ് ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങി. സ്ലാബ് ഒരു ബീമ മാത്രം വെക്കണം, വേറെ പിടുത്തൊന്നുമില്ല. ഇത് വലിയ വണ്ടികൾ പോയി അവിടെ സൈഡ് ചാരി പോകാൻ കഴിഞ്ഞാൽ സ്ലാബ് അങ്ങനെ വീഴും. വ്യാപ്തി കണ്ടതിന്റെ അടിയിൽ വന്ന് ഞങ്ങൾ പണിയെടുക്കുമ്പോഴാണ് കണ്ടത്. ഇതിപ്പോ ടോറസുകൾ ഇവിടെ റോഡ് പണി നടക്കണ കാരണം ഒരുപാട് വലിയ വണ്ടികൾ പോണതാ. ഈ സൈഡില് 3 അടിയോളം ഉള്ളിലേക്ക് തുറന്നിട്ട് കിടക്കണ ഇടിഞ്ഞു പോയിട്ടുണ്ട് അവിടെ 2 സൈഡും. വണ്ടികൾ ഇവിടെ സൈഡിലേക്ക് സൈഡാക്കിയ അപ്പൊ ഇടിക്കും അവിടെ. അങ്ങനെ ഭയങ്കര ഒരു അപകടാവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കണ സാധനം 2 സൈഡും. അത് അധികൃതർ ആരാണെങ്കിൽ അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. മഴ പെയ്ത വെള്ളം കൂടുമ്പോൾ കലുങ്കിന് ഉള്ളിലൂടെ കൂടുതൽ ജലം പ്രവഹിച്ചാൽ കലുങ്കിന്റെ വശങ്ങൾ ഒലിച്ചുപോയി മുകൾ ഭാഗം താഴേക്ക് പതിക്കാനും സാധ്യത ഏറെയാണ്. ടോറസ് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ ചീറിപ്പായുന്ന ഈ റോഡിൽ കലുങ്കിന്റെ അപകടാവസ്ഥ പരിഹരിക്കാത്ത പക്ഷം വലിയ അപകടമാണ് പതിയിരിക്കുന്നത്. TCV തൃശൂർ. മൂർക്കനാട് ഇല്ലീഗൽ റെഗുലേറ്ററിന് സമീപം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത വയോധികനെ തിരിച്ചറിഞ്ഞു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സ്വദേശി വടക്കൻ വീട്ടിൽ 63 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ചേർപ്പ് പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ നന്ദി ഭാഗത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. 2 കൈ ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടുപോത്ത്. കഴിഞ്ഞ 4 ദിവസമായി 2 കൈയിലെ വാരൻകുഴിയിലാണ് കാട്ടുപോത്ത് ഇറങ്ങുന്നത്. കാലിന് പരിക്കേറ്റ കാട്ടുപോത്ത് ആളുകളെ കാണുമ്പോൾ മാറുകയും പിന്നീട് പഴയ സ്ഥലത്ത് തന്നെ വന്ന് കിടക്കുകയുമാണെന്ന് നാട്ടുകാർ പറയുന്നു. വനപാലകരെ അറിയിച്ചിട്ടും കാര്യമായ നടപടികൾ എടുത്തിട്ടില്ലെന്നും പരാതിയുണ്ട്. കയർ ഭൂവസ്ത്രം അണിഞ്ഞ് മനോഹരമാവുകയാണ് അരിമ്പൂർ പാടശേഖരങ്ങളിലെ ബണ്ട് റോഡുകൾ. അരിമ്പൂർ പഞ്ചായത്തിലെ 17 പടവുകളിൽ 13ലെയും ബണ്ടുകൾ കയർ ഭൂവസ്ത്രം അണിഞ്ഞു കഴിഞ്ഞു. ബണ്ടുകളിൽ വെള്ളം കയറിയാലും മറ്റും ഇടിഞ്ഞു പോകാതിരിക്കാനും ബണ്ടുകൾക്ക് ബലം നൽകാനുമാണ് മുകൾ വശം കയർ ഭൂവസ്ത്രം അണിയിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 150-ലേറെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കയർ ഭൂവസ്ത്രം വിരിക്കൽ പ്രവർത്തനത്തിലേർപ്പെട്ടത്. ആദ്യം മണ്ണടിച്ച് ബണ്ട് ബലപ്പെടുത്തിയ ശേഷം കയർ ഭൂവസ്ത്രം മുകളിൽ വിരിക്കും. മുളങ്കുറ്റികൾ കൊണ്ട് നിർമ്മിച്ച മുളയാണികൾ ഉപയോഗിച്ച് ഇവ വലിച്ചുകെട്ടി ഉറപ്പിക്കും. തുടർന്ന് ചെറിയ ചെടികൾ വെച്ച് പിടിപ്പിച്ച് കയർ ഭൂവസ്ത്രത്തെ മണ്ണിലേക്ക് ഉറപ്പിക്കുന്നതാണ് രീതി. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വെളുത്തൂർ മനക്കൊടി പടവിൽ 3 കിലോമീറ്ററോളം KLDCയുടെ ബണ്ട് റോഡാണ് കയർ ഭൂവസ്ത്രം വിരിച്ച് പൂർത്തിയാക്കുന്നത്. 2 മാസമായി ഇവിടെ മാത്രം 50-ൽ പരം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. തൊഴിലാളികളുടെ കൂലിയടക്കം 25 ലക്ഷമാണ് ഈ പടവിൽ മാത്രം ചിലവ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 13ഓളം വരുന്ന പടവുകളിൽ കയർ ഭൂവസ്ത്രം വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന മനക്കൊടി വെളുത്തൂർ ഉൾപ്പാടത്ത് ഏകദേശം 1.5 കിലോമീറ്ററോളം കയർ ഭൂവസ്ത്രം വിരിച്ചു കഴിഞ്ഞു. 2 മാസമായിട്ട് നമ്മുടെ തൊഴിലാളികൾ ഒരു 155ഓളം വരുന്ന തൊഴിലാളികൾ നമ്മളുടെ പടവുകളിൽ പണിയെടുക്കുന്നുണ്ട്. അരിമ്പൂർ പഞ്ചായത്തിലെ തന്നെ കൈപ്പള്ളി വെളുത്തൂർ അകമ്പാടത്തും സമാന രീതിയിൽ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇവിടെയും ചാലിന്റെ ഇരുവശത്തുമുള്ള ബണ്ടിലാണ് കയർ ഭൂവസ്ത്രം വിരിക്കുന്നത്. TCV ന്യൂസ് തൃശൂർ.
കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പദവി തൃശൂർ സിറ്റി ട്രാഫിക് പോലീസിന്. പ്രവർത്തന മികവും അടിസ്ഥാന സൗകര്യ വികസനവും ഗ്രീൻ പ്രോട്ടോകോളും വിലയിരുത്തിയാണ് തൃശൂർ സിറ്റി ട്രാഫിക് സ്റ്റേഷന് ISO സർട്ടിഫൈഡ് പദവി ലഭിച്ചത്. തൃശൂർ റേഞ്ച് DIG അജിത ബീഗം ISO ഡയറക്ടർ ശ്രീകുമാറിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ, ACP മനോജ് കുമാർ, SHOമാരായ ഹരീഷ് ജെയിൻ, സുജിത്, ട്രാഫിക് SHO നുമാൻ എന്നിവർ പങ്കെടുത്തു. BJP തുടർഭരണത്തിൽ വരുവാനുള്ള സാധ്യതകൾ അടഞ്ഞുവരികയാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു പറഞ്ഞു. CPI നേതാവും മുൻ കൃഷിവകുപ്പ് മന്ത്രിയുമായിരുന്ന VK രാജന്റെ 28ാം ചരമവാർഷിക ദിനാചരണം കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിജയപ്രതീക്ഷ നഷ്ടപ്പെട്ട പ്രധാനമന്ത്രി സ്വന്തം പൌരന്മാരെ അവഹേളിക്കുന്ന വിധത്തിൽ തരം താണിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായിരുന്നു. VK രാജൻ സ്മാരക അവാർഡ് പ്രകാശ് ബാബുവിൽ നിന്ന് പന്ന്യൻ രവീന്ദ്രൻ ഏറ്റുവാങ്ങി. KG ശിവാനന്ദൻ, KP രാജേന്ദ്രൻ, CN ജയദേവൻ, ഷീല വിജയകുമാർ, BR സുനിൽകുമാർ MLA തുടങ്ങിയവർ സംസാരിച്ചു. കേരള സംഗീത നാടക അക്കാദമി തൃശൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം സമാപിച്ചു. KT മുഹമ്മദ് സ്മാരക തിയേറ്ററിൽ നടന്നുവന്ന നാടക മത്സരത്തിന്റെ സമാപന ദിനമായ ബുധനാഴ്ച കോട്ടയം കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിന്റെ ശാന്തം, കോഴിക്കോട് വടകര കാഴ്ച കമ്മ്യൂണിക്കേഷൻസിന്റെ ശിഷ്ടം എന്നീ നാടകങ്ങളാണ് അരങ്ങിലെത്തിയത്. 5 ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ സംസ്ഥാനത്തെ വിവിധ നാടക സംഘങ്ങളുടേതായ 10 അവതരണങ്ങളാണ് അരങ്ങേറിയത്. വീണ്ടും പ്രധാന വാർത്തകൾ. ജില്ലയിൽ കനത്ത മഴ. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. തുമ്പൂർമുടിയിൽ മുളങ്കൂട്ടം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വീട്ടമ്മ മരിച്ച സംഭവം. ഹോട്ടലുകളിൽ പരിശോധന ശക്തമാക്കി ആരോഗ്യവകുപ്പ്. തൃശൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. നടത്തറയിൽ കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറഞ്ഞു. KSRTC ബസ്സിൽ യുവതി പ്രസവിച്ചു. മലപ്പുറം സ്വദേശിനിയാണ് പ്രസവിച്ചത്. പേരാമംഗലത്ത് വെച്ച് പ്രസവവേദന അനുഭവപ്പെട്ട യുവതി അമല ആശുപത്രിയിൽ എത്തിച്ച ബസ് ജീവനക്കാർ. പെരിങ്ങോട്ടുകരയിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 2 പ്രതികളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മഴവിൽ സ്വദേശി വിഷ്ണു, കുറുമ്പലാവ് സ്വദേശി അൽകേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. 10 വർഷമായി ആനുകൂല്യങ്ങളും ശമ്പള വർധനവുമില്ലാതെ ഇന്ത്യൻ കോഫി ഹൌസ് ജീവനക്കാർ. സമര പ്രക്ഷോഭങ്ങളുമായി CITU രംഗത്ത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.